സേലിന്റെ അമ്മയാണ് ഇപ്പൊ ലൈവില് നമ്മുടെ അനീഷിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാം. ബിഗ് ബോസ് വീട്ടിൽ ഫെയർ ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തി അനീഷാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ നിവിൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ഫെയർ ആയിട്ടാണോ കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, കുറച്ച് കുറച്ച് ചില സമയത്തൊക്കെ ഫെയർ ആയിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അനീഷാണ് ഫെയർ ആയിട്ട് കളിക്കുന്നതെന്ന് വീട്ടിലുള്ളവർക്കെല്ലാം ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ആര്യൻ അത് കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആര്യൻ സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സില്ല. ഫെയർ ആയിട്ട് കളിക്കുന്നത് അനീഷാണെന്ന് പറയും ചെയ്യും. അങ്ങനെ സമ്മതിച്ചു കൊടുക്കാനുള്ള തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ അമ്മ ലൈവിലായിട്ട് അവിടെ പറഞ്ഞതാണ്. അതെണക്കിന് അമ്മ വന്നതിന് ശേഷം ആരോടും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ആര്യനെ ഒഴിവാക്കിയാണ് അമ്മ സംസാരിക്കുന്നത്. അതിന് ജിസേൽ അമ്മയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം അനുമോൾ അധികം ബീറ്റ്റൂട്ട് ചോറുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. അമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്ന സമയത്ത് എല്ലാവരും ചുറ്റിലും തന്നെയുണ്ട്. അവർ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പുറത്തെ കാര്യങ്ങളൊക്കെ പറയരുതെന്ന് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. 1, 2 തവണ എന്തൊക്കെയോ ആവർത്തിക്കാനുള്ള ശ്രമം നടത്തി. അന്നേരം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത്, പുറത്തെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉടനെ തന്നെ അമ്മ പുറത്ത് പോകുമെന്ന് തോന്നുന്നു. കാരണം കുറേ ടൈമിൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടി വന്നു നമ്മുടെ ജിസേലിന്. ഒരു 2, 2.5 മണിക്കൂർ ജിസേൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി. കാരണം വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ഫ്രണ്ട് വശമാണ് ടാസ്കായിട്ട് കൊടുത്തത്, പസിൽ കൊടുത്തത്. പക്ഷെ പുള്ളിക്കാരത്തി ഞാൻ കുറേ പാടുപെട്ടു കേട്ടോ. കുറേ ടൈം ശ്രമിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരത്തി അത് കംപ്ലീറ്റ് ചെയ്തത് തന്നെ. അത്രയും കൂടി സമയം അമ്മയോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ജിസേല്. എങ്കിലും കുറെ നേരം ഇപ്പൊ നിൽക്കുന്നു. വന്നിട്ട് കുറെ നേരമായി മമ്മി. കുറേയേറെ നേരമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്.